എന്ത് ക്രൂരതയാണല്ലേ! ഈ കൊടും ക്രൂരത ചെയ്തവനെ, ഈ ക്രിമിനലിനെ നിങ്ങൾക്ക് നിയമത്തിൽ കൊണ്ടുവരാൻ കഴിയോ? അവൻ ചെയ്ത 2 തെറ്റെന്തെന്നറിയോ? ഒന്ന്, പടച്ചവൻ അവനക്ക് നൽകിയ രിസിക്കിനെ അവൻ ബഹുമാനിച്ചില്ല, മാനിച്ചില്ല. 2, പടച്ചവന്റെ അടിമയെ അവൻ നിന്ദിച്ചു. അവൻ വലിയ മുതലാളിയായിരിക്കാം, അവർക്ക് പടച്ചവൻ ദാരിദ്ര്യം കൊടുത്തിട്ടുണ്ടാകില്ല, അവർക്ക് വലിയ അഭിമാനം ഉണ്ടായിരിക്കാം, സ്ഥാനമാനങ്ങൾ ഉണ്ടായിരിക്കാം, സമ്പത്തുകൾ ഉണ്ടായിരിക്കാം. പക്ഷേ അവൻ ഒരു പാവപ്പെട്ടവന്റെ മുന്നിൽ അവന്റെ എല്ലാ സുഖങ്ങളും അവന്റെ എല്ലാ സ്വഭാവങ്ങളും ഒരു പാവപ്പെട്ടവന്റെ മുന്നിൽ ചാർത്തുമ്പോ സുഖിക്കാമെന്ന് കരുതരുത്. പടച്ചവൻ കാണുന്നുണ്ടെന്നുള്ള ബോധത്തോടെ ജീവിക്കണം. കാരണം നാട്ടുകാരും കുടുംബക്കാരും നിനക്ക് സപ്പോർട്ട് ചെയ്താലും നിന്നെ എതിർക്കുന്ന ഒരു വലിയ സമൂഹമുണ്ട്. അത് നീ മനസ്സിലാക്കണം. നീ എത്ര വലിയ കോടീശ്വരനായാലും പടച്ചവനുണ്ട് എന്നുള്ള ബോധത്തോടെ ജീവിച്ചാൽ മാത്രം നിനക്ക് നന്ന്. കാരണം ഒരുപക്ഷെ നിയമത്തിന് മുന്നിൽ പോലും നീ രക്ഷപ്പെടും. ഒരുത്തനുണ്ട്, ആ ഒരുത്തന്റെ മുന്നിൽ, പടച്ചവന്റെ മുന്നിൽ കേണപേക്ഷിക്കേണ്ടി വരും. കാരണം എല്ലാം നഷ്ടപ്പെടാൻ, എല്ലാം ഇല്ലാതാകാൻ, നിന്റെ അഭിമാനങ്ങൾ നഷ്ടപ്പെടാൻ ഒരുപാട് കാലം കാത്തിരിക്കേണ്ടി വരില്ല. പടച്ചവൻ നിനക്ക് ബോധം നൽകട്ടെ. നിങ്ങൾക്ക് ഇത് നിയമപാലകരുടെ മുന്നിലെത്തുന്നവരെ ഷെയർ ചെയ്യാൻ പറ്റുമോ? എന്നാൽ ആ മനുഷ്യനെ, ആ കൊടും ക്രിമിനലിനെ നമുക്ക് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാം. അവനെ നമുക്ക് പാഠം പഠിപ്പിക്കാം. ഇത് ഈ മനുഷ്യന് മാത്രമല്ല, ഇതുപോലെ ദുസ്വഭാവമുള്ള എല്ലാ മനുഷ്യനും, എല്ലാ മനുഷ്യനെന്ന് പറയുന്ന മൃഗസ്വഭാവമുള്ളവനിക്കും പാഠമായിരിക്കട്ടെ. ഇൻഷാ അല്ലാഹ്.